ഈ ജീവിതത്തിൽ എത്ര സൗഹൃദങ്ങൾ ഉണ്ടെങ്കിലും അന്നും ഇന്നും ജീവിതകാലം മുഴുവനും കൂടെ നിർത്താൻ പറ്റിയ ഒരാളാരായിരിക്കും? നമ്മുടെ കുടുംബക്കാർ മാത്രമേ കാണത്തുള്ളൂ. ഉറപ്പാ. തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മ മാത്രമേ കൂടെ കാണൂ എന്നുള്ളത് ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കിയതാണ്. ഒരുപാട് വേണ്ടാത്ത വാക്കുകൾ അമ്മയും മോളെയും പറ്റിയും പറഞ്ഞിട്ടുണ്ടോ, പറഞ്ഞു പരത്തിയിട്ടുണ്ടോ ആളുകൾ? എന്നെപ്പറ്റി ഭയങ്കര മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടെ നിന്ന സുഹൃത്തുക്കൾ തന്നെ. അപ്പൊ അപ്പോഴൊന്നും പ്രതികരിക്കണം എന്നുള്ളൊരു ചിന്തയില്ലായിരുന്നോ? ഞാനിപ്പോൾ അവരുടെ അടുത്ത് പോയി വഴക്കുണ്ടാക്കി. നീ എന്തിനാണ് ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചത്, അല്ലെങ്കിൽ നിനക്ക് അതിൽ എന്ത് പ്രൂഫ്, എന്തെങ്കിലും ഒരു തെളിവ് കാണിക്കുന്നേ നീ എന്തിനും എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു? ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇനി ആ വിശ്വസിച്ച ആൾക്കാർ അവർ അങ്ങനെ വിശ്വസിക്കാണ്ടിരിക്കുവോ? ഈ പുള്ളിക്കാരി മാറ്റി പറയോ നാളൊരടുത്ത്? പറയത്തില്ല. നമ്മൾ കേൾക്കുക, കളയുക, തീർന്നു. പക്ഷെ എനിക്കറിയത്തില്ല, ഓരോ ദിവസം കാണുമ്പോൾ ഇന്ന് ചിരിച്ച വ്യക്തി നാളെ എൻ്റെ ശത്രുവായിട്ട് എൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ ഉള്ളോ അമൃതേ? തീർച്ചയായിട്ടും. ഞാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായിട്ട് ഞാൻ ഭയങ്കര വിഷമത്തിലാണ്. പക്ഷെ എൻ്റെ വിഷമം എനിക്ക് എൻ്റെ അമ്മയടുത്ത് പറയാൻ പറ്റില്ല. കാരണം ഞാൻ കരയുമ്പോൾ എൻ്റെ അമ്മ അതിൽ കൂടുതൽ കരയും. എൻ്റെ അമ്മ ഒരുപാട് കരഞ്ഞ് ഒരുപാട് വിഷമിച്ചിട്ടുള്ള ഒരാളാണ്. ഒരുപാട് സിംഗിൾ വുമൻ, അല്ലെങ്കിൽ എന്താ പറയുക, സിംഗിൾ പേരൻ്റ് ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ഈ ചുറ്റുപാട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു പെണ്ണ് 2 മക്കളെയും കൊണ്ട് സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ അവൾ ഏറ്റവും മോശക്കാരിയായിട്ട് മറ്റുള്ളവർ പറയത്തുള്ളൂ. അത് ബന്ധുക്കളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും എല്ലാവരും അവരെ ഭയങ്കര നെഗറ്റീവായിട്ട് ചിത്രീകരിച്ച് കാണിക്കത്തുള്ളൂ. പക്ഷെ ആ അമ്മ എന്തോരം സഫർ ചെയ്തിട്ടായിരിക്കും ആ 2 മക്കളെ വളർത്തുന്നുള്ളത് ആരും നല്ലത് അതിനെക്കുറിച്ച് പറയത്തില്ല. എൻ്റെ അമ്മ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ വളർത്തിയത്.